പ്രജിത, ഈ SDPI അധ്യക്ഷൻ MK ഫൈസി ഇപ്പൊ അറസ്റ്റ് ചെയ്തു ED. അപ്പോൾ ഈ PFA നിരോധനത്തിന് ശേഷം ഈ SDPI രൂപീകൃതമായിട്ട് കഴിഞ്ഞ ശേഷം ഈ PFAയിൽ ഉണ്ടായിരുന്ന തീവ്രവാദികളുടെ ജയിലിലെ അവരുടെ നടത്തിപ്പും കാര്യങ്ങൾക്കൊക്കെ വിദേശത്ത് നിന്ന് കാശ് അയച്ചു കൊടുത്തതായിട്ടുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. ഒരു 127 മലയാളികളാണ് കാശ് കൊടുത്തതായിട്ട് വന്നിട്ടുള്ളത്. ഈ മലയാളികളുടെ കാശ് വന്നതിനെ പിടിച്ചുകൊണ്ടാണ് SDPIയുടെ ഈ ഫൈസിയെ ED പൊക്കിയിരിക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നത് ഈ കാശ് അയച്ച വിദേശ രാജ്യങ്ങളിലൂടെ ED പോകാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അത് ഒരു എന്റെ ചോദ്യം, അങ്ങനെ കേൾക്കുന്നുണ്ട്. രണ്ടാമത്, ഈ SDPIയെ ഇതോടുകൂടി പൂട്ടാനുള്ള സാധ്യതയുണ്ടോ? മൂന്നാമത്, ഇവരെ പിന്നെ ഇത് പൂട്ടിക്കഴിഞ്ഞാൽ ഈ രാക്ഷസന്മാരുടെ രക്തത്തിൽ നിന്ന് പിന്നെയും അടുത്ത ഒരു രാക്ഷസനെ കൊന്നിടുമ്പോൾ അയാളെ വീടിന്റെ രക്തത്തിൽ നിന്ന് 100 രാക്ഷസന്മാരുണ്ടാവുമെന്ന് രക്തബീജം, അതെ, അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ വീണ്ടും ഉണ്ടാകുന്നതും തടയത്തക്ക രീതിയിലുള്ള നിയമം കൊണ്ടുവരാനൊക്കെ ആലോചിക്കുന്നു എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിച്ചു, 3നും അല്പമായി മറുപടി എന്ന് പറയും. അതായത് ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഫൈസിയെ ഇടയ്ക്ക് കയറിയിട്ട് ഞാൻ ഇന്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, പ്രജിത ഫ്ലോ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫ്ലോ എന്നല്ല, എനിക്ക് അറിയുന്ന കാര്യം പറയാം. തീർച്ചയായിട്ടും. അതായത് ഫൈസി ഇപ്പോ ജയിലിൽ ഇരുന്ന് സത്യം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് അതെ കൂടുതൽ എന്താ പറയാ, ഇടി അങ്ങനത്തെ അല്ലല്ലോ. EDയുടെ ഒക്കെ അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം തെളിവുകൾ ഇങ്ങോട്ട് എടുത്തു വയ്ക്കും. ഇനി ഉള്ളതങ്ങ് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഇത്രേ കിട്ടണ്ടു, അതങ്ങ് പറഞ്ഞാൽ വേഗം കാര്യം കഴിയും, ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് വിഷമിക്കും. ഇതാണ് NIAയുടെ EDയുടെ ഒക്കെ ഒരു നടപടി എന്നാണ്. അതെ, വ്യക്തമായ തെളിവുകളാണ്. കാരണം ഇന്നോ ഇന്നലെയോ കിട്ടിയ വെറും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ചേട്ടാ, അതായത് നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിന്റെ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു പോവാ, സോഷ്യൽ മീഡിയ വരെ അവര് നോക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ, ഓരോ വ്യക്തികളുടെയും സോഷ്യൽ മീഡിയ വരെ. അതെ, ഇത് അത്രയും പറയണ്ട. നമ്മളിപ്പോ ഇരുന്ന് പറയുന്നതിന് താഴെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതുവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് ഇവിടെ ആളുണ്ട്, അതിനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ കിടന്ന് ഇങ്ങനെ കാര്യമായിട്ട് പഴയ പോലെ മെഴുകാൻ പറ്റാത്തത്. അപ്പോൾ ഇവരുടെ ഈ ഫണ്ട് വരുന്നതൊക്കെ വിദേശത്ത് നിന്നാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ആ ഫണ്ട് വരുന്നത് എവിടെ നിന്നാണ്, എന്തൊക്കെയാണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ EDക്ക് കിട്ടിയിട്ടുണ്ട്, NIAയുടെ പക്കലും ഉണ്ട്. അപ്പോൾ ഈ NIA ED ഒക്കെ ഇനി ഗൾഫ് നാടുകളിലേക്ക് കൂടി പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങൾ, തെളിവുകളും കൂടി, കൃത്യമായ തെളിവുകളും വിവരശേഖരണവും ഒക്കെ അവിടെ നിന്ന് നടക്കും. അവിടെ നിന്ന് എന്താ പറയുക, അവിടെ നിന്ന് എന്തൊക്കെ കിട്ടുന്നുവോ അതനുസരിച്ചിട്ടായിരിക്കും അടുത്ത നടപടിക്രമങ്ങൾ. ഇതിപ്പോൾ PFI അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് ഒറ്റയ്ക്ക് തനിച്ചിങ്ങനെ ഓർത്തിട്ട് പെട്ടെന്ന് കിട്ടില്ല, അത് ഞാൻ പറയാം. അതായത് 2022 PFI നിരോധിക്കുന്നത്. ആ PFI നിരോധിക്കുമ്പോൾ ഒമാൻ തൊട്ട് തുർക്കി വരെയാണ് ഇവരുടെ ഒരു ശൃംഖല എന്ന് പറയുന്നത്. ഒമാൻ തൊട്ട് തുർക്കി വരെ. അപ്പോൾ ഇത് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം, IFF, ഇന്ത്യൻ സോഷ്യൽ ഫോറം ISF, റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ RIF എന്നീ 3 മുന്നണി സംഘടനകളുമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ടായിരുന്നത് കണ്ടെത്തിയിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി, PFI, SDPI തുടങ്ങിയ സംഘടനകളുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളൊക്കെ മിക്കപ്പോഴും സന്ദർശിക്കാറുള്ളത് UAE ആണ്, പ്രധാനമായിട്ടും അബുദാബി, ദുബായ് എന്നിവിടങ്ങളൊക്കെ. കൂടാതെ എമിറേറ്റ്സ് ഓഫ് ഫ്രട്ടേണിറ്റി ഫോറം, EIFF, ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി, ICS, കർണാടക ചാപ്റ്റർ തുടങ്ങിയ ദുബായ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുന്നണികളായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഒമാനിലെ സോഷ്യൽ ഫോറത്തിന്റെ കുടക്കീഴിലാണ് പോപ്പുലർ ഫ്രണ്ട് ഇതൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത്. PFIയുടെ കേരള രഹസ്യ വിഭാഗമായിട്ടുള്ള NDF-ഉം ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. അതിനൊപ്പം NDF തർബിയയിലൂടെ റാഡിക്കൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഹവാല വഴി 44 ലക്ഷം രൂപ പോപ്പുലർ ഫ്രണ്ടിന് നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ
ബന്ധം, വിദേശ ബന്ധം, ഗൾഫ് ബന്ധങ്ങൾ, വിദേശ ബന്ധം എന്നും പറയാൻ പറ്റൂല. ഇപ്പൊ ഗൾഫ് ബന്ധങ്ങളൊക്കെ ഇത്തരത്തിലാണ്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, ഖത്തർ അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളാണ് നമ്മുടെ ഹിസ്ബുള്ള, ഹമാസ് നേതാക്കളൊക്കെ അവിടെ എന്താ പറയാ കുടിയിരിക്കുന്ന സ്ഥലം അവിടെയാണ്. ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് കൊല്ലാൻ വിട്ടുകൊടുത്തിട്ട് ഇവന്മാർ ഇവിടെ വന്നിരിക്കും. അതായത് അതിലൊരു ഹമാസ് സിൻവറിന്റെ ഭാര്യ ഉപയോഗിച്ചിരുന്ന ബാഗിന് 27 ലക്ഷം രൂപയോ മറ്റോ ആണ് എന്ന് വായിച്ചൊരു ഓർമ്മയാണ് എനിക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരിവിടെ കിടന്നിട്ട് യുദ്ധം ചെയ്യാണ് ഹമാസികൾ. ഹോയ് അപ്പൊ അങ്ങനെ ചെയ്യുന്നു, അവിടെ കിടന്ന് മരിച്ചു വീണു. ഇസ്രായേൽ അങ്ങ് തേച്ച് വിടുകയാണ് എല്ലാവരും. ഇവിടെ ഈ നേതാക്കളൊക്കെ വന്നിട്ട് സുഖജീവിതമാണ്. അപ്പൊ ഈ മണ്ടന്മാർ ആലോചിക്കണ്ടേ ഞങ്ങളുടെ നേതാക്കൾ എവിടെയാണെന്ന്? ഈ മണ്ടന്മാർ ആലോചിക്കണ്ടേ? ഇവന്മാരെ അടിച്ചു തീരും. പക്ഷെ ഈ സിൻവറിനെ അടക്കം ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കളെയും ഇതിനകം തന്നെ ഇസ്രായേൽ ഒതുക്കി. അത് വേറൊരു കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടുത്തെ PFIയുടെയും SDPIയുടെയും കാര്യം. ഈ തരത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ അവിടെ പോകുന്നത് ഇത്തരത്തിൽ സക്കാത്തിനുള്ള പണം എന്നുള്ള രീതിയിലേക്കാണ് ഇങ്ങോട്ടേക്കൊക്കെ ഫണ്ട് കൊണ്ടുവരുന്നത്. ഈ ഫണ്ട് കൊണ്ടുവരുന്നതും NRI അക്കൗണ്ടുകൾ വഴി പല വിദേശ മലയാളികളും ഈ ഫണ്ട് അയക്കുന്നുണ്ട്. ഈ ഫണ്ട് അയക്കുന്നതിലാണ് ഇപ്പൊ പിടി വീണിട്ടുള്ളത്. ഈ പിടി വീണതോടുകൂടി ഇനി ഫൈസിക്കൊന്നും ഒരു രക്ഷയില്ല. ഫൈസിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതും നിർണായക വിവരങ്ങളാണ്. അതായത് ഫൈസിയുടെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ പോലീസിനെയൊക്കെ പേടിപ്പിക്കാനായിട്ട് അത് ഈ മുന്നണികൾ നിൽക്കുന്നുണ്ടാട്ടോ. അപ്പൊ പോലീസിന് ഒരു മുട്ടുകാലിന് ഇടിയുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ ഇവരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, നമ്മൾ പറയില്ലേ മുഷ്ക് പിടിച്ച് നിൽക്കണ പോലെ അവിടെ നടപടിയാവില്ല. അവിടെ പറഞ്ഞേ പറ്റൂ, പറയിപ്പിക്കുകയും ചെയ്യും. അതിനുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള അതിനിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഫൈസിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 61.72 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയിരിക്കുന്നത് മൊത്തമല്ലേ PFIയുടെ. കഴിഞ്ഞ വർഷം ഇത് നിരോധിക്കുന്നതിന് മുമ്പ് ഇത്രയും സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഇവർക്ക് ഇറങ്ങണമെങ്കിൽ 5 കോടി രൂപയോ മറ്റോ അവിടെ കെട്ടിവെക്കേണ്ടതുണ്ട്. പക്ഷെ ഈ സ്വത്തുക്കളെല്ലാം ഫ്രീസ് ചെയ്തതുകൊണ്ട് ഇവരുടെ ഒരാളുടെ പോലും കുടുംബത്തിന് ഇതിൽ നിന്ന് ഫണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഇവരൊക്കെ ഇറങ്ങി പോന്നേനെ. അപ്പോ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു കളി അവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ചേട്ടന്മാരുടെ സകല പദ്ധതികളും പാളിപ്പോയത്. അപ്പൊ ഇനി പലതരത്തിലുമുള്ള പല കാര്യങ്ങളും ഇനി നമ്മൾ കേൾക്കേണ്ടി തന്നെ വരും. ഇനിയിപ്പോ ചേട്ടൻ ചോദിച്ചതുപോലെ ഇത് ഇവിടം കൊണ്ട് തീരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം കൊണ്ട് തീർക്കണം എന്നത് തന്നെയാണ്. ഇതിൽ തന്നെ വേറെയും പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുമായിട്ട് ചേർന്നുള്ള വേറെ ഇന്ത്യൻ ഫെറ്റേണിറ്റി ഫ്രണ്ട്, SDPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ ഫോറം എന്നീ സംഘടനകളും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. അതെ, ഇതെല്ലാം ഉണ്ട്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള സംഘടനകൾ, അതായത് ഒന്നിനെ നിരോധിക്കുമ്പോൾ ഒന്ന് വേണമല്ലോ. അപ്പോൾ ഇവർക്ക് പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഒക്കെ മൂലയിൽ ഇതുപോലെ വിത്തിട്ടിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇവരുടെ വിചാരം ഇതൊന്നും കേന്ദ്രത്തിന് അറിയില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ ഇപ്പോൾ അന്വേഷണം, നിരീക്ഷണം ശക്തമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി വരുന്നത് ചേട്ടൻ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം SDPI നിരോധിക്കുമോ എന്നതാണ്. SDPIയെ നിരോധിക്കുകയും ചെയ്യും. ഇനിയുള്ള ഭരണ കാലയളവിൽ ഒരു മനുഷ്യനും ധൈര്യമായിട്ട് തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. അതായത് അവരവരുടെ വിശ്വാസത്തിലൂന്നി തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. കാരണം മത തീവ്രവാദ സംഘടനകൾക്കെതിരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കും. ഇനിയിപ്പോ ഗൾഫിലേക്കാണ് അന്വേഷണം പോകുന്നത്. ഗൾഫിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫുമായിട്ട് ഗൾഫ് മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്കുള്ള ഒരു സ്ഥാനം, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു സമയമാണ്. ലോക നേതാക്കളിലേക്ക് മോദി കൂടി വന്ന് എത്തിയിരിക്കുന്ന ഒരു രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ, ഭാരതം അത്ര കണ്ട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഏതൊരു സമ്മിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ മോദി ഉണ്ട്. മോദിയെ വിളിക്കാത്ത ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അമേരിക്ക, റഷ്യ, ഇസ്രായേൽ ഈ 3 രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണ്. ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ അമേരിക്കയ്ക്ക് ഒരു വ്യതിചലനം ഉണ്ടായാൽ പോലും ഈ 2 രാജ്യങ്ങളും നമുക്കൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. മാത്രമല്ല ഭീകരതയ്ക്കെതിരെ പോരാടുന്ന സകല രാജ്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമായി തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഗൾഫ് മേഖലയിലുള്ള ഹമാസുകളെ സംരക്ഷിക്കുന്ന ആൾക്കാരും ഇന്ത്യക്കൊരു, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യക്ക് ഒരു കുറ്റവാളിയെ വിട്ടുകിട്ടണം എന്നുള്ള പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്
വലിയ താമസമില്ലാതെ നടക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഈ അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടി അന്വേഷിച്ച് NIA അന്വേഷിച്ച് അവിടെ നിന്നുള്ള കുറ്റവാളികളെ വരെ കണ്ടെത്തേണ്ടതുണ്ട്. കണ്ടെത്തി കഴിഞ്ഞിട്ട് നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. നാട്ടിലെത്തിച്ച് ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കേണ്ടതുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതാണ്ട് നടപടികളെല്ലാം തന്നെ കൃത്യമായ ആസൂത്രണം ചെയ്തിട്ടാണ് EDയും NIAയും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇവരെ അവിടെ നിന്ന് എത്തിച്ച് അവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു ബാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവരെ എത്തിച്ചതിന് ശേഷം ഇതിനെ പൂട്ടും. അതുവരെയുള്ള ഒരു സമയം ഇവിടെ കിടന്ന് കളിക്കാൻ കിട്ടും. കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാത്തിനെയും പിടിച്ചുകൂട്ടി അടച്ചുകൂട്ടി മെഴുകലൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇനി അടുത്തത് മുളച്ചു പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയും പൂട്ടും. എന്തായാലും SDPA പൂട്ടാനുള്ള സകല സാധ്യതയുമുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്.